നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനയാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിമാന ടിക്കറ്റുകൾ ലഭ്യമാകാത്തത് എന്നുള്ളതാണ്. അവധിക്കാലമായതുകൊണ്ട് തന്നെ പല സർവീസുകളും വെട്ടിക്കുറയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ടിക്കറ്റ് ലഭിക്കാതിരിക്കുകയും യാത്ര തന്നെ മുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ആശ്വാസകരമാകുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള ചില സർവീസുകൾ വെട്ടിക്കുറച്ച വിമാന കമ്പനികളുടെ നടപടി പ്രവാസികൾക്ക് തിരിച്ചടിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ ഈ എയർലൈൻ കമ്പനിയായിട്ടുള്ള ഇൻഡിഗോ ഒരു സർവീസിനെ കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 20 വരെ പ്രതിദിന സർവീസായിട്ട് കൊച്ചിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസ് ഇവർ നൽകുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലെ മനാമയിലേക്കും തിരിച്ചും ദിവസവും സർവീസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ദിവസവും രാത്രി 7:30 കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്കും രാത്രി 10:20 തിരിച്ചും നടത്തുന്നതായിരിക്കും ഈ ഒരു സർവീസ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ സ്കൂൾ അവധി കാലയളവിലെ ബലിപെരുന്നാൾ സീസണിലെയൊക്കെ യാത്രക്കാർക്ക് ഈ സർവീസ് ഏറെ ഉപകാരപ്രദമാകുമെന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സമയം തീരുമാനിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നാട്ടിലേക്ക് എത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കണക്ഷൻ സർവീസിനെ ആശ്രയിക്കാതെ ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗപ്പെടുത്താമെന്നും കണക്ഷൻ സർവീസിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ മാറ്റി നിർത്താമെന്നുമുള്ള അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇൻഡിഗോയുടെ പുതിയ സർവീസ് അതിന് ഒരു ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ആളുകൾ പറയുകയാണ്. ഈ അടുത്തിടെ കോഴിക്കോട്ടേക്കുള്ള ഗൾഫ് എയർ സർവീസ് പൂർണ്ണമായിട്ടും നിർത്തലാക്കിയിട്ടുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അന്ന് ഏറെ വലിയ നിരാശ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഏറ്റവും ചുരുങ്ങിയ സർവീസുകളാണ് വിമാന സർവീസുകൾ. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് പെട്ടെന്ന് ഗൾഫ് എയർ സർവീസ് പൂർണ്ണമായിട്ടും നിർത്തിവെക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. കൊച്ചിയിലേക്ക് 4 ദിവസം ഉണ്ടായിരുന്ന സർവീസാണ് ഏപ്രിൽ 6 മുതൽ ആഴ്ചയിൽ വെറും 4 സർവീസ് മാത്രമാക്കി ചുരുക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത്. ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഗൾഫ് എയർ കൊച്ചിയിലേക്ക് സർവീസ് നടത്തും എന്നായിരുന്നു അന്ന് അറിയിച്ചത്. ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് വരെ കൊച്ചിയിലേക്കും തിരിച്ച് ബഹ്റൈനിലേക്കുമുള്ള യാത്രകൾ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ സർവീസ് നടത്തുമെന്നായിരുന്നു എയർ ഇന്ത്യയും ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സർവീസുകൾ കൂട്ടാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഗൾഫ് എയർ സർവീസുകൾ നിർത്തിയത് മലബാറിലെ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഏറ്റവും കൂടുതൽ പേർ വന്നിറങ്ങുന്ന കരിപ്പൂർ വിമാനത്താവളത്തിലെ ദുരവസ്ഥ പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു ആശ്വാസമായിട്ട് സർവീസുകൾ കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതേസമയം കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇൻഡിഗോ രംഗത്തെത്തിയിരുന്നു. കോഴിക്കോട് ജിദ്ദ സെക്ടറിൽ കൂടുതൽ സർവീസുകളാണ് ഇൻഡിഗോ അന്ന് പ്രഖ്യാപിച്ചത്. കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ആഴ്ചയിൽ 4 പുതിയ സർവീസുകൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രഖ്യാപനം. നിലവിൽ ആഴ്ചയിൽ 6ഓളം സർവീസുകളാണ് ഇൻഡിഗോ വിമാന കമ്പനി ജിദ്ദയിലേക്ക് നടത്തിയിരുന്നത്. ഇതിനു പുറമെ 4 സർവീസുകൾ വർദ്ധിപ്പിച്ചാണ് ആഴ്ചയിൽ 11 സർവീസുകൾ നടത്താനുള്ള തീരുമാനം ഇൻഡിഗോ എടുക്കുന്നത്. മാർച്ച് 1 മുതൽ പുതിയ സർവീസുകൾ ആരംഭിക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1:50 കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് വിമാനം പുറപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. സൗദി സമയം വൈകിട്ട് 5:30 ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന തരത്തിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നു എന്നും സർവീസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. റംദാൻ, ഹജ്ജ് സീസണുകളുടെ ഭാഗമായി കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്യുന്ന സെക്ടറാണ് കരിപ്പൂർ ജിദ്ദ എന്ന് പറയുന്നത്. യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകുന്ന തീരുമാനമായിരുന്നു ഈ പുതിയ സർവീസുകൾ. സീസണിനോടനുബന്ധിച്ച് വൻ തുകയാണ് ഓരോ വിമാന കമ്പനികളും കരിപ്പൂർ ജിദ്ദ സെക്ടറിൽ നിന്ന് ഈടാക്കുന്നത്. ഇതിനൊരു ആശ്വാസമാകുന്ന തരത്തിലുള്ള ഒരു സർവീസ് തന്നെയായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻഡിഗോ രംഗത്തെത്തിയിരിക്കുന്നത്.